ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പാറ്റേൺ ആണ്. ഇതിനകത്ത് ഇപ്പോൾ 3 സെക്കൻഡ് റോയിലെ 4 ആണ് എല്ലാം, തേർഡ് റോയിലെല്ലാം 5 ആണ്, ഫോർത്ത് റോയിലെല്ലാം 6 ആണ്, ഫിഫ്ത്ത് റോയിലെല്ലാം 7 ആണ്. അതായത് റോസിലുള്ള എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഐ ആണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഐ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തുടങ്ങണമെന്ന് നോക്കാം. അതായത് ഐ എങ്ങനെ തുടങ്ങുന്നത്, ഐ ഈക്വൽ ടു 3യിലാണ് തുടങ്ങുന്നത്. കാരണം നമുക്ക് എന്താണ് എല്ലാ റോയിലും സെയിം എലമെൻറ്റാണ്. അപ്പോൾ ഫസ്റ്റ് റോയിൽ എന്താണ് 3 ആണ്. അപ്പോൾ നമുക്ക് അറിയാം ഐ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ഐ ഈക്വൽ ടു 3 ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 വരെ പോകണം. കാരണം ലാസ്റ്റത്തെ ലൈനിൽ എന്താ 7 ആണ്. ഓക്കെ, അപ്പോൾ 7 വരെ പോകണം. ഓക്കെ, ലാസ്റ്റ് എന്താ ഇവിടെ പറഞ്ഞേക്കണം, ഐ പ്ലസ് പ്ലസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഇൻറ്റ് ജെ ഈക്വൽ ടു 3. കാരണം എന്താ നമ്മൾ ഇവിടെ 1 കൊടുത്ത് എന്ത് പറ്റും, ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് പറയാം. ഓക്കെ, ഇപ്പോൾ ജെ ഈക്വൽ ടു 3 കൊടുത്തു, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പാറ്റേൺ ആണ്. നമുക്കിവിടെ 1, അടുത്തതിൽ 2, അടുത്തതിൽ 3 അങ്ങനെയാണ് പോകണം. അതിന് വേണ്ടിയാണ് നമ്മൾ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ കൊടുത്തത്. ഓക്കെ, ജെ പ്ലസ് പ്ലസ്. ഓക്കെ, സിസ്റ്റത്തിനോട് പ്രിൻറ്റ് ഐ ആണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഇൻ്റെ ഐ ഈക്വൽ ടു 3, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 കണ്ടീഷൻ കറക്റ്റാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരും, ജെ ഈക്വൽ ടു 3, ജെ ഈക്വൽ ടു 3. ഇപ്പോൾ ജെ ഈക്വൽ ടു 3 എത്തി. ജെ ഈക്വൽ ടു 3, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. ഐ എന്താണ് ഇപ്പോൾ 3 ആണ്. അപ്പോൾ എന്താണ് കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്താണ് ജെ പ്രിൻറ്റ് ചെയ്യും, ഐ പ്രിൻറ്റ് ചെയ്യും. ഐ എന്താണ് 3. അടുത്ത് എന്ത് പറ്റും, ജെ പ്ലസ് പ്ലസ് ആവും. ജെ പ്ലസ് പ്ലസ് ആവുന്നത് എന്തായി, ജെ എന്ന് പറയുന്നത് 4 ആയി. അപ്പോൾ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ തെറ്റി. അപ്പോൾ എന്ത് പറ്റും, സിസ്റ്റം ഡോട്ട് പ്രിൻ്റ് അല്ലോട്ട് പോകും. അപ്പോൾ എന്തായി കേഴ്സർ ഇവിടെ എത്തി. ഇവിടെ നേരെ എങ്ങനെയും ഐ പ്ലസ് പ്ലസ് ആവും. അപ്പോൾ എന്തായി ഐ 4 ആയി. ഇവിടെ ഞാൻ പറഞ്ഞത് നേരത്തെ ഇവിടെ ജെ 1 ആയിരുന്നെങ്കിലോ ഇപ്പോൾ 3 എന്ന് പറയുന്നത് 3 ടൈംസ് പ്രിൻറ്റ് ചെയ്താണ്. കാരണം 1 2 3 ഇവിടെ കണ്ടീഷൻ തെറ്റുന്നവർ ഇപ്പോൾ പ്രിൻറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജെ ഈക്വൽ ടു 3 കൊടുത്തത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി. അടുത്ത് എന്ത് പറ്റും, നെക്സ്റ്റ് ഐ പ്ലസ് പ്ലസ് ആവും. ഐ പ്ലസ് പ്ലസ് ആകുമ്പോൾ എന്തായി, ഐ എന്ന് പറയുന്നത് 4 ആയിരുന്നു, 3 ആയിരുന്നു, ഇപ്പോൾ 4 ആയി. 4 ലെസ് ദാൻ ഈക്വൽ ടു 7 കണ്ടീഷൻ കറക്റ്റാണ്. ഇപ്പോൾ എന്തായി ജെ ഈക്വൽ ടു 3 പോയി. ഓക്കെ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. ഓക്കെ, കണ്ടീഷൻ കറക്റ്റാണ്. കാരണം 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ ഐ പ്രിൻറ്റ് ചെയ്യും. ഐ എന്താണ് ഇപ്പോൾ 4 ആണ്. അടുത്ത് എന്ത് പറ്റും, വീണ്ടും ജെ പ്ലസ് പ്ലസ് ആവും. അപ്പോൾ ജെ എന്ന് പറയുന്നത് 4 ആയി. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 കണ്ടീഷൻ കറക്റ്റാണ്. ഇപ്പോൾ ഐ പ്രിൻറ്റ് ചെയ്യും. അടുത്ത് എന്ത് പറ്റും, 5 ആവും. 5 ആകുമ്പോൾ കണ്ടീഷൻ തെറ്റി കഴിയുമ്പോൾ എന്ത് പറ്റും, സിസ്റ്റത്തിനോട്ട് പ്രിൻ്ററിലോട്ട് വരും. അപ്പോൾ കേഴ്സർ എവിടെ എത്തി, ഇത് ഇവിടെ എത്തി. ഓക്കെ, ഇവിടെ നേരെ ഐ പ്ലസ് പ്ലസിലോട്ട് പോകും. ഐ പ്ലസ് പ്ലസ് ഇപ്പോൾ എന്തായി 4 എന്ന് പറയുന്നത് 5 ആയി. ഓക്കെ, 5 ലെസ് ദാൻ ഈക്വൽ ടു 7 കണ്ടീഷൻ കറക്റ്റാണ്. ജെയിലോട്ട് വരും. ജെ ഈക്വൽ ടു 3, ജെ ലെസ് ദാൻ ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് എന്താണ്, ഐ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് 5 ആണ്. 3 ലെസ് ദാൻ ഈക്വൽ ടു 5 കണ്ടീഷൻ കറക്റ്റാണ്. എന്ത് പ്രിൻറ്റ് ചെയ്യും, ഐ പ്രിൻറ്റ് ചെയ്യും. ഐ 5 ആയി. ഇപ്പോൾ എത്ര ടൈം പ്രിൻറ്റ് ചെയ്യും, അത് 3 ടൈം പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ അടുത്ത ലൈൻ എന്തായിരിക്കും, 6 ആയിരിക്കും. എത്ര തവണ പ്രിൻറ്റ് ചെയ്യും, 4 ടൈംസ് പ്രിൻറ്റ് ചെയ്യും. അടുത്തത് 7 ആവും. 7 എന്ന് പറഞ്ഞത് 5 ടൈംസ് പ്രിൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് തന്നെ ബാക്കി മനസ്സിലാകുന്നുള്ളൂ. 7 എന്ന് പറഞ്ഞത് 5 ടൈംസ് പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഐ പ്ലസ് പ്ലസ് ആകുമ്പോൾ എന്ത് പറ്റും, ഐ എന്ന് പറഞ്ഞത് 8 ആവും. 8 ലെസ് ദാൻ ഈക്വൽ ടു 7 കണ്ടീഷൻ തെറ്റി. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ കോഡ് ബ്രേക്കായിട്ട് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ.